നമസ്കാരം. എല്ലാവരും ക്രിസ്തുമസിനെയും പുതുവത്സരത്തിനെയും ഒക്കെ സന്തോഷത്തോടെ വരവേൽക്കാനുള്ള തിരക്കുകൾക്കിടയിലായിരിക്കും. ഇന്നലെ കണ്ണൂർ രാമന്തളിയിൽ നിന്ന് ഒരു കൂട്ടമരണത്തിൻ്റെ വാർത്ത വന്നല്ലോ. ആ വീട്ടിലും ഞാൻ കണ്ടു ഒരു ചെറിയ ക്രിസ്തുമസ് നക്ഷത്രം തൂങ്ങിക്കിടക്കുന്നത്. ഒരുപാട് സന്തോഷത്തോടെ ആയിരിക്കും ആ വീട്ടിലെ രണ്ട് കുരുന്നുകൾ ആ നക്ഷത്രത്തെ തൂക്കിയ സമയത്ത് അവിടെ നിന്ന് കൈകൊട്ടി ചിരിച്ചിട്ടുണ്ടാവുക, ആ മുറ്റത്ത് ഓടിക്കളിച്ചിട്ടുണ്ടാവും അല്ലേ. ചിലപ്പോൾ കരോളൊക്കെ അവരുടെ വീട്ടിലും ചെന്നിട്ടുണ്ടായിരിക്കും. ആ കുട്ടികൾ ചിരിച്ചുല്ലസിച്ചിട്ടുണ്ടായിരിക്കും. അവർക്കറിയില്ലല്ലോ അടുത്ത ദിവസത്തോടുകൂടി അവരുടെ ഭൂമിയിലെ ജീവിതം അച്ഛൻ മുഖേന അവസാനിക്കാൻ പോവുകയാണെന്ന്. ഒരു വിവാഹബന്ധം ഏർപ്പെടുത്താൻ ദമ്പതികൾ തീരുമാനിക്കുന്നത് അവർ ഒരിക്കലും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകില്ല എന്ന് ആലോചിക്കുന്ന ആ ഒരു വേളയിലായിരിക്കും. ശരി, നടക്കട്ടെ. 8 മാസം കൊണ്ട് കോടതിയിൽ കേസ് നടക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്ത് ഒരുപോലെ തെറ്റുണ്ട് എന്ന് നമ്മൾ ഇവിടെ പറയുമ്പോഴും ആ അച്ഛൻ തന്നെയാണ് കൂടുതൽ തെറ്റുകാരനെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. ഒരൊറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുരുന്നുകളുടെ ജീവിക്കാനുള്ള അവകാശത്തെ വളരെ ക്രൂരമായി നിഷേധിച്ചു. അവർക്കൊന്നും അറിയില്ല. അച്ഛനും അമ്മയും രണ്ടിടത്ത് നിൽക്കുന്നത് എന്താണ്, അതിനുള്ള കാരണം എന്താണെന്ന് പോലും അറിയാത്ത ആ കുരുന്നുകളെ കൊന്നുകളയാനുള്ള ഒരു അവകാശവും ഒരു സ്വാതന്ത്ര്യവും ആർക്കുമില്ല. ഒരുപാട് പേർ ആ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നത് കേട്ടു. നമുക്ക് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ്, ഇവരുടെ ബന്ധത്തിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്, വിള്ളൽ എന്താ, ഇതൊന്നും നമുക്ക് ആധികാരികമായിട്ട് അറിയില്ല. അതിവിടെ പ്രസക്തവുമല്ല. ആ കുഞ്ഞുങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ചു എന്നത് മാത്രമാണ് ഇവിടെ നമ്മൾ സംസാരിക്കേണ്ട, ചിന്തിക്കേണ്ട വിഷയം. അവൾ കൊണ്ട് തിന്നട്ടെ, അവൾക്ക് സമാധാനമായല്ലോ, കോടതിയൊന്നും ഇപ്പോൾ നീതി നടപ്പാക്കുന്നില്ല, അങ്ങനെയൊന്നും നമുക്ക് പറയാനാവില്ല. മൈനറായിട്ടുള്ള 2 കുട്ടികൾ, അവർ എവിടെയാണോ സുരക്ഷിതരായിട്ടിരിക്കുന്നത്, പ്രധാനമായും മൈനറായിട്ടുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ പരമാവധി അമ്മയുടെ കൂടെ വിടാൻ വിധി വരികയുള്ളൂ. പിന്നെ കോടതി ആ പശ്ചാത്തലവും മറ്റു കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷമേ അമ്മയുടെ കൂടെ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ വിടുകയുള്ളൂ. ഓൾറെഡി ഈ പിതാവിൻ്റെ അച്ഛനെതിരെ കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്, കുട്ടികളെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നു എന്നൊക്കെ പറയുന്നു. ഇതിലെ കേസോ മറ്റു കാര്യങ്ങളോ വിഷയമോ അതെന്തുമായിക്കൊള്ളട്ടെ, ഒരു ചെറിയ കട്ടിലിൽ 2 കുഞ്ഞുങ്ങളുടെ മൃതദേഹം കിടക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, അത് ഒരു മനസാക്ഷിയുള്ള നമുക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല. ഈ വിഷയം ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ തോന്നുന്നത് അയാൾക്ക് കുട്ടികളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്തല്ല അയാൾ ഇത് ചെയ്തത്. കുട്ടികളോട് അയാൾക്ക് ഒരു കാരണവശാലും സ്നേഹം ഉണ്ടായിരുന്നിരിക്കില്ല. ഉണ്ടെങ്കിൽ കുട്ടികൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് വിചാരിക്കും. അച്ഛനായതുകൊണ്ട് തന്നെ കുട്ടികളെ ഒരിക്കലും കാണാതിരിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ കാണാനും അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാനും എല്ലാം കോടതിയിൽ നിന്ന് അനുവാദം ഉണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ തോറ്റു അല്ലെങ്കിൽ അവൾ ജയിച്ചു എന്നുള്ള ഒരു വാശി മനസ്സിലേക്ക് ഈ സ്നേഹത്തെ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ എങ്കിലങ്ങ് അവസാനിപ്പിച്ചേക്കാം. കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിലല്ലേ അവൾ കൂടെ കൊണ്ടുപോകൂ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോയിട്ട് തോറ്റൊരു ജീവിതം എനിക്ക് വേണ്ട, അങ്ങനെയുള്ള ചിന്തകളൊക്കെ പെട്ടെന്ന് വന്ന് നിറയുമ്പോഴാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു തീരുമാനമൊക്കെ ഇവരെടുക്കാൻ തയ്യാറാകുന്നത്. ഈ മനുഷ്യനെ സംബന്ധിച്ച് ആർക്കും എതിരഭിപ്രായമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരാൾ എത്ര സൗമ്യനാണെങ്കിലും, എത്ര വിനയമുള്ളവനാണെങ്കിലും, മനുഷ്യരോട് എത്ര നന്നായിട്ട് ഇടപെടുന്ന ആളാണെങ്കിലും ഈ ഒരു ഒറ്റ പ്രവൃത്തിയിൽ, ഇത്രയും കാഠിന്യമേറിയ ഒരു ക്രൂരതയിൽ എല്ലാം തീരുകയല്ലേ. ഇതിനപ്പുറം അയാളിൽ എന്ത് പൈശാചികതയാണ് ഉണ്ടാകാനുള്ളത്? വല്ല ജ്യൂസിലോ ഐസ്ക്രീമിലോ ഒക്കെ ആയിരിക്കും വിഷം കലർത്തി പിള്ളേർക്ക് കൊടുത്തത്. അവരത് ആസ്വദിച്ച് കഴിച്ചും കാണും. അവർക്കറിയാമോ കൊടുക്കുന്നത് സ്വന്തം അച്ഛനല്ലേ? എന്തിനാണ് ഈ ക്രൂരത ചെയ്യുന്നത്? എല്ലാ മനുഷ്യരും ഇപ്പോൾ 2026 വരവേൽക്കാനുള്ള ഉത്സാഹത്തിലും ഓട്ടപ്പാച്ചിലും ഒക്കെയാണ്. ആ വർഷത്തിലേക്ക് കടക്കേണ്ട കുഞ്ഞുങ്ങളായിരുന്നില്ലേ? ഒരു അസുഖം വന്ന് മരിച്ചതല്ല, ഒരു അപകട മരണമല്ല, ഒന്നുമല്ല. മനഃപൂർവ്വം അവസാനിപ്പിച്ച് കളഞ്ഞതല്ലേ അകാലത്തിൽ അവരുടെ ജീവിതം. ഓരോ മാതാപിതാക്കളും വീണ്ടും വീണ്ടും ചിന്തിക്കണം. പറഞ്ഞു മടുക്കുകയാണ്. ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള തോന്നലാണോ? തീരെ പറ്റുന്നില്ലേ? 2 ആയിക്കോ. പക്ഷേ കുഞ്ഞുങ്ങളെ അവസാനിപ്പിച്ച് കളയാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വെച്ച് വിലപേശി കളയാം. കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നിങ്ങളുടെ 2 ഭാഗത്തു നിന്നും ഉണ്ടാക്കിക്കൊണ്ട് പരസ്പര മാനസിക പീഡനങ്ങൾ കൊടുക്കാം എന്നുള്ള ചിന്തയിലേക്കൊന്നും നിങ്ങൾ തീർച്ചയായിട്ടും കടക്കരുത്. ദയവ് ചെയ്ത് കടക്കരുത്. നമുക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് കേട്ടു നിൽക്കാൻ പറ്റാത്ത വാർത്തയാണ്, കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളാണ്. ആ നാട്ടുകാരവിടെ കൂടിയവർക്ക് പോലും കണ്ണുനീരടക്കാൻ പറ്റുന്നില്ല. എങ്ങനെ പറ്റും? ആ കട്ടിലിൽ 2 കുഞ്ഞുങ്ങളെ ഒന്നിച്ചടുത്തടുത്ത് കിടക്കുന്നു, ചേച്ചിയും അനുജനും. ഇപ്പോൾ ആര് ജയിച്ചു? ആരും ജയിച്ചില്ല. എല്ലാവരും ഒരുപോലെ തോറ്റു. അമ്മയുടെ ഭാഗവും
പൂർണ്ണമായിട്ടും ക്ലിയർ ആണെന്ന് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ കോടതി വിധി വന്നാൽ അമ്മയുടെ കൂടെ തന്നെ കുട്ടികൾ പോകേണ്ടി വരും, അത് മറ്റൊരു കാര്യം. എങ്കിലും അച്ഛൻ്റെ കൂടെ കുട്ടികൾ അവിടെ സന്തോഷത്തോടെയാണ് കാണപ്പെടുന്നതെങ്കിൽ, സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെങ്കിൽ ഒരല്പം അമ്മയ്ക്കും അതിനോട് പൊരുത്തപ്പെട്ടു പോകാവുന്നതേ ഉള്ളായിരുന്നു. പക്ഷേ എല്ലാവർക്കും അവരവരുടെ വാശിയാണ് വലുത്. ഞാൻ ജയിക്കണം എന്നുള്ള തോന്നലിന് പിന്നാലെയുള്ള പാച്ചിലായിരുന്നു. അവസാനം ഇങ്ങനെയായി. ഒരു തരത്തിലും ആരും ഇതിനെ മാതൃകയാക്കരുത് കേട്ടോ. ആരുടെയും അനാവശ്യ ചിന്തകളിൽ പോലും ഇങ്ങനെ ഒരാശയം ഉണ്ടാകരുത്. ഇപ്പോൾ വിവാഹമോചനത്തിനൊക്കെ കേസ് നടക്കുന്ന ആളുകൾ, കുഞ്ഞുങ്ങളുടെ പേരിലുള്ള വിലപേശലുകളൊക്കെ നടക്കുന്ന ആളുകൾ ഇങ്ങനെ അങ്ങ് ചെയ്തു കളയാം എന്നുള്ള ഒരു ചിന്ത, ഒരു ദുഷ്ചിന്ത, ഒരിക്കലും അരുതാത്ത ചിന്ത ആരുടെയും മനസ്സിൽ കടന്നു കയറരുത്. നമ്മുടെയൊക്കെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം. അതിനുശേഷം നമുക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ നല്ല രീതിയിലുള്ള വളർച്ച, അവരുടെ സന്തോഷം, ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മളിലൂടെ അവർക്ക് കിട്ടുന്നത് അവരുടെ വലിയ സന്തോഷങ്ങളായിട്ട് കാണപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന മനസ്സിൻ്റെ സംതൃപ്തിയും നിറവും അത് മതി. കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കരുതേ, കുഞ്ഞുങ്ങളോട് ഈ ക്രൂരത ചെയ്യരുതേ. അവർക്കൊന്നും അറിയില്ല. നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ എന്താണ്? വീടുകളിൽ ഇപ്പോൾ വലിയ വലിയ വിഷയങ്ങൾ നടക്കും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബഹളങ്ങളും അടികളും ഒക്കെ നടക്കും. അപ്പോൾ കുട്ടികൾ സൈലൻ്റായിട്ട് നിൽക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീട്ടിൽ സന്തോഷമുള്ള ഒരു സിറ്റുവേഷനിൽ കുട്ടികൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? അങ്ങനെയല്ല. വീട്ടിൽ ഉച്ചത്തിലുള്ള ഒരു സംസാരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമ്പോൾ അവർ സൈലൻ്റായിട്ട് ഏതെങ്കിലും ഒരു മൂലയിലുണ്ടാവും. അവർക്ക് മനസ്സിലാകും എന്തോ എല്ലാവരും സന്തോഷത്തിലല്ല, പക്ഷെ എന്താണ് നടക്കുന്നത്, കാര്യത്തിൻ്റെ ഗൗരവം, ഇതൊന്നും അതുങ്ങൾക്ക് അറിയില്ല. ഇപ്പം പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ എനിക്കിനി ഇവിടെ ജീവിക്കേണ്ട എന്ന് കരുതി ഏറ്റവും വലിയ തെറ്റാണത് ജീവൻ വേണ്ട എന്ന് വെക്കുന്നത് സ്വയം. അങ്ങനെയാണെങ്കിലും നമുക്ക് സമാധാനിക്കാം. പക്ഷെ ഇത് ഒരു കാരണവശാലും നമുക്ക് ഒന്നുമോർത്ത് സമാധാനിക്കാൻ പറ്റില്ല. ഇനി ഈ കുട്ടികളുടെ അമ്മയുടെ ജീവിതം എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ? എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ? ഇനി എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? എന്ത് മനസമാധാനം ആർക്കെന്ത് വാക്കുകളിലൂടെ അവർക്ക് കൊടുക്കാൻ പറ്റും? സ്വസ്ഥമായിട്ട് ഇനി എന്ന് അവർക്കൊന്ന് ഉറങ്ങാൻ പറ്റും? ഒരു വായ ആഹാരം അവർക്ക് എന്ന് ഇറക്കാൻ പറ്റും? ഒരു ഗ്ലാസ് വെള്ളം അവർക്ക് സമാധാനത്തോടെ എപ്പോൾ കുടിക്കാൻ പറ്റും? ആ കുഞ്ഞുങ്ങളുടെ മുഖം നമ്മുടെ മനസ്സിൽ നിന്നേ മായുന്നില്ല. അപ്പോൾ ചിലപ്പോൾ കുട്ടികളോടുള്ള അമിത സ്നേഹം കൊണ്ട് തന്നെ ആയിരിക്കും, വാശി കൊണ്ടായിരിക്കണമെന്നില്ല എൻ്റെ കൂടെ കുട്ടികൾ വേണം, അല്ലെങ്കിൽ കുട്ടികൾ സുരക്ഷിതരായിരിക്കുന്നത് എൻ്റെ അടുത്താണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ആ അമ്മ 8 മാസം കേസ് നടത്തിയതും കുട്ടികളെ തനിക്കൊപ്പം വാങ്ങിച്ചെടുത്തതും. പക്ഷേ എന്തിൻ്റെ പേരിലായാലും അവരിന്നില്ല. ആർക്കു വേണ്ടിയാണോ ഈ വാശി കാണിച്ചതും പൊരുതിയതും ആ കുഞ്ഞുങ്ങളിപ്പോൾ ഇല്ല. ഇതിനപ്പുറമൊന്നും ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ സംസാരിക്കണം എന്ന് കരുതിയതാണ്. പക്ഷേ ഇങ്ങനെ അതിവൈകാരികമായിട്ടുള്ള വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ, കാര്യങ്ങൾ കാണുമ്പോൾ ആ വൈകാരികത എന്നെ ബാധിക്കുന്നുണ്ട്. എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അത്രയും പേർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ആ അമ്മയെന്ന് പറയുന്നവളുടെ ദുശാഠ്യം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്, സ്ത്രീ എന്ന് പറയുന്നതേ വീട് നശിപ്പിക്കുന്നവളാണ് തുടങ്ങിയ കമൻറ്റുകൾ ഒഴിവാക്കുക. നമുക്കറിയില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്ന്, നമുക്കറിയില്ല. കോടതി വിധി അനുസരിച്ച് പോലീസുകാർ ഇയാളെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്നുള്ള ഒരു തോൽവി എനിക്ക് സംഭവിച്ചു എന്നറിഞ്ഞതിൻ്റെ പേരിലോ മറ്റോ അയാളിത് ചെയ്തു. അതല്ലാതെ ഇതിനപ്പുറം ജഡ്ജ്മെൻറ്റുകൾ നടത്താൻ നമുക്കാവില്ല. ഇതിലാകെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ആ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമാണ്. എല്ലാവരും മനസ്സിൽ വയ്ക്കുക. ഒരു കാരണവശാലും ഇതാരും പിന്തുടരാതിരിക്കുക, ആവർത്തിക്കാതിരിക്കുക. ഇത് ഒരു അപേക്ഷയാണ്.